അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സത്യവിശ്വാസികൾ, അല്ലാഹുവിന്റെ ഹബീബ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അനുചരരായ സഹാബ കിറാമിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സ്വഹാബ, നിങ്ങൾ ഒരു തേനീച്ചയെ പോലെയായിരിക്കണം. ഒരു വിശ്വാസി, ഒരു മുഅ്മിൻ ഒരു തേനീച്ചയെ പോലെയായിരിക്കണം. ഇന്നമസ്വറുൽ മുഅ്മിനി കമസ്ലിൻ നഹ്ലതി അകൽതു ത്വയ്യിബ വവഅതു ത്വയ്യിബ വവഖഅതു ഫലം തഖ്സിർ വലം തുഫ്സിദ്. അല്ലാഹുവിന്റെ ഹബീബ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തേനീച്ചയെ ഉപമിച്ചുകൊണ്ട് ഒരു വിശ്വാസി, ഒരു മുഅ്മിനിനെ പറയാനുണ്ടായ കാരണം എന്താണ്? ഒരു വിശ്വാസി ഒരു തേനീച്ചയെ പോലെയായിരിക്കണം. കാരണം അക്കൽതു ത്വയ്യിബ, വളരെ ശ്രേഷ്ഠമായ സംശുദ്ധമായ ത്വയ്യിബായ ഭക്ഷണമാണ് തേനാണ് അത് നുകരുന്നത്. മാത്രമല്ല വഅതു ത്വയ്യിബ, ആ സ്വാദിഷ്ടമായ സംശുദ്ധമായ ത്വയ്യിബായ ഭക്ഷണം കഴിക്കുകയും വഅതു ത്വയ്യിബ, ആളുകൾക്ക് അത് പുറത്തേക്ക് കൊടുക്കുന്നതും ത്വയ്യിബാണ്. സംശുദ്ധമായതാണത് ആളുകൾക്ക് കൊടുക്കുന്നതും അതിൽ നിന്ന് ലഭിക്കുന്നതും മറ്റുള്ളവർക്ക് അതുകൊണ്ടുള്ള ഗുണവും ത്വയ്യിബാണ്. അതുകൊണ്ടൊരു വിശ്വാസി ഇങ്ങനെയായിരിക്കണം. പിന്നെ പറഞ്ഞത് എന്താണ്? ഫലം തഖ്സിർ വലം തുഫ്സിദ്, അത് തേനുകരുവാൻ വേണ്ടി, അതിന്റെ ഭക്ഷണ ശേഖരണത്തിന് വേണ്ടി ഒരു പൂവിലോ അതല്ലെങ്കിൽ മറ്റുള്ള മാധുര്യമുള്ളതിലോ ഇരുന്ന് കഴിഞ്ഞാൽ, പ്രതലത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് അതിനെ പൊട്ടിക്കുകയോ അതിനെ ഫസാദുണ്ടാക്കുകയോ ചെയ്യുന്നില്ല. ഇത് തന്നെയാണ് ഒരു മുഅ്മിനും വേണ്ടത്. അതിലൊന്നാമതായി പറഞ്ഞത് അക്കൽതു ത്വയ്യിബ, നല്ലത് ഭക്ഷിക്കണം, സംശുദ്ധമായത് ത്വയ്യിബായത് ഭക്ഷിക്കണം. ഒരു മുഅ്മിൻ അങ്ങനെ ആയിരിക്കണം. ഈ കാലഘട്ടങ്ങളിൽ അനാവശ്യമായതും അനാചാരമായതുമായ ഒരുപാട് ആർഭാടങ്ങൾ, ആഘോഷങ്ങൾ, സംസ്കാരങ്ങൾ കണ്ടെന്ന് വരാം. അതിൽ നിന്നെല്ലാം പോയിക്കൊണ്ട് അതിൽ നിന്നെല്ലാം നമ്മൾ കടമെടുക്കേണ്ടതില്ല. നമ്മുടെ വിശ്വാസത്തിന്, നമ്മുടെ അചഞ്ചലമായ വിശ്വാസത്തിന് വ്യതിചലിക്കപ്പെടുന്ന ഓരോ ആഘോഷങ്ങളും ആർഭാടങ്ങളും സംസ്കാരങ്ങളും നമ്മൾ അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടതില്ല. നമുക്ക് ആവശ്യമായ, നമ്മുടെ ഈമാനിന് ആവശ്യമായ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ സ്വീകരിക്കേണ്ടതുള്ളൂ. എല്ലാതും നമുക്ക് ആഘോഷിക്കാനുള്ളതല്ല. എല്ലാ ആചാരങ്ങളും അനാചാരങ്ങളും നമുക്ക് ചെയ്യുവാനുള്ളതല്ല. അതിൽ നിന്നെല്ലാം നമ്മുടെ ദീനിൽ, നമ്മുടെ വിശ്വാസത്തിന്റെ കളങ്കം ചേർക്കുന്ന ഒന്നും നമുക്ക് സ്വീകരിക്കാൻ പാടുള്ളതല്ല. അതിൽ നിന്ന് സ്വീകരിക്കേണ്ടത് എന്താണ്? ത്വയ്യിബായിരിക്കണം. തേനീച്ച നുകരുന്നത് പോലെ ത്വയ്യിബായ സംശുദ്ധമായതുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ അതിൽ നിന്ന് സ്വീകരിക്കേണ്ടത്. പിന്നെയോ വഅതു ത്വയ്യിബ, നമ്മൾ ആളുകൾക്ക് കൊടുക്കേണ്ടതും ത്വയ്യിബായിരിക്കണം. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ നീചമായ പ്രവൃത്തികളും നമ്മൾ മറ്റുള്ളവരോട് പറയാനുള്ളതല്ല. നമ്മൾ എപ്പോഴും സംശുദ്ധമായ ആളുകൾക്ക് നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ സംസ്കാരങ്ങൾ കൊണ്ടോ നമ്മുടെ മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങൾ കൊണ്ടും ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടുള്ളതല്ല. അതാണ് തേനീച്ച കൊടുക്കുന്നത്. സംശുദ്ധമായ ശിഫ ഉണ്ടെന്ന് അല്ലാഹു പഠിപ്പിച്ച തേനാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അതുപോലെ മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും വാക്കുകളുമായിരിക്കണം നമ്മുടെ കൈകളിൽ ഉണ്ടാവേണ്ടത്. കാരണം നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ട് നമ്മളെ വിലയിരുത്തുന്നവരുണ്ട്, നമ്മുടെ സംസ്കാരങ്ങൾ കണ്ട് നമ്മളെ വിലയിരുത്തുന്നവരുണ്ട്. നമ്മൾ ത്വയ്യിബായ കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. ആളുകൾക്ക് നമ്മൾ ത്വയ്യിബായ വിഷയങ്ങൾ കൊടുക്കണം. അതുകൊണ്ടല്ലേ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ദൂരദിക്കിലെങ്ങോ അല്ലാഹുവിന്റെ ഹബീബ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് കൈവശമുള്ള ഒരു പണ്ഡിതനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ആ ദൂരദിക്കിലേക്ക് മൈലുകളും വൈദൂരങ്ങളും കാട്ടിക്കൊണ്ടുപോവുകയാണ്. പക്ഷേ അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്താണ്? തന്റെ കൈകളിൽ നിന്ന്, തന്റെ കരങ്ങളിൽ നിന്ന് താൻ ഉടമസ്ഥപ്പെടുത്തിയ കഴുത അത് കരയിൽ നിന്ന് പോയപ്പോൾ ഈ ഹദീസ് സ്വീകരിച്ച ഹദീസ് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കൈവശമുള്ള ആ പണ്ഡിതൻ ചെയ്യുന്നത്, ഈ കഴുതയെ കളങ്കപ്പെടുത്തിക്കൊണ്ട് അതിനെ പറ്റിച്ചുകൊണ്ട് തന്റെ കയ്യിൽ ഭക്ഷണമുള്ളതുപോലെ കാണിച്ചുകൊണ്ട് കഴുതയെ ഇങ്ങോട്ട് വിരിപ്പിക്കുകയാണ്. ഇത് കണ്ട അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ദൂരദിക്കിൽ നിന്ന് തന്നെ ഇത് കാണുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഒരു മൃഗത്തെ പോലും വഞ്ചിക്കപ്പെടുന്ന ഇദ്ദേഹത്തിൽ നിന്ന് എന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് പോലും ഞാൻ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു തന്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രഭാഷണങ്ങളും ഒരുപാട് പ്രസംഗങ്ങളും ഒരുപാട് മറ്റുള്ള സന്ദേശങ്ങളും നമ്മൾ കാണും. പക്ഷേ അതിൽ നിന്നെല്ലാം ത്വയ്യിബായത് മാത്രം നമ്മൾ സ്വീകരിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്റെ വിശ്വാസത്തിൽ നിന്ന് തന്നെ മാറാൻ പോകുന്ന തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ അതിൽ നിന്നെല്ലാം ത്വയ്യിബായ കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക.
പിന്നെ പറഞ്ഞത് എന്താണോ വാക്കായത്തോ, അതൊരു സ്ഥലത്തിരുന്ന് കഴിഞ്ഞാൽ തേനീച്ചൽ തേൻ ഉയരുവാൻ വേണ്ടി അതൊരു പ്രതലത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിനെ പൊട്ടിക്കുകയോ അതിനെ ഫസാദാക്കുകയോ ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ വീട് വെക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മുടെ ജോലിയുടെ സ്ഥലത്ത് മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാകുന്ന തരത്തിലുള്ളതൊന്നും നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാവാൻ പാടുള്ളതില്ല. ഭൂമിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല. നമ്മുടെ ഒരു മഹല്ലത്തിൽ ജോലി ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള സേവനങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ, നമ്മുടെ മറ്റുള്ള പ്രവർത്തന മേഖലകൾ, അതൊന്നും മറ്റുള്ള ആളുകൾക്ക് ഒരു പ്രയാസമോ നമ്മളെ കൊണ്ടൊരു ബുദ്ധിമുട്ടോ ഉണ്ടാവാൻ പാടുള്ളതല്ല. അതാ പറഞ്ഞത്, തേനീച്ച അതിന്റെ പൂവിനെ, അത് തേനുകുരാൻ വേണ്ടി വരുന്ന പൂവിനെ അതൊരിക്കലും അതിനെ പൊട്ടിച്ചു കളയുന്നില്ല, ഫസാദ് ഉണ്ടാക്കുന്നില്ല. മനുഷ്യരും ഭൂമിയിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണ്? ആളുകളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. ആളുകളെ കൊണ്ട് നമ്മളെ മോശപ്പെട്ട രീതിയിൽ ആളുകൾ നമ്മളെ കുറിച്ച് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ പാടുള്ളതല്ല. കാരണം എന്താണെന്നറിയുമോ? ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു ജനാസയെ കാണുകയാണ്. കൂടെ സ്വഹാബാക്കളുമുണ്ട്. ആ സ്വഹാബ പറയുകയാണ്, ഈ മയ്യത്ത് വളരെ മോശപ്പെട്ട വ്യക്തിയായിരുന്നു. ജീവിതകാലത്ത് അദ്ദേഹം വളരെ മോശമാണെന്ന് പല ആളുകളും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറയുകയാണ്, വജബത്ത്. വീണ്ടും അല്ലാഹുവിന്റെ ഹബീബും സംഘവും വീണ്ടും സഞ്ചരിച്ചു കൊണ്ടുപോകുമ്പോൾ മറ്റൊരു സ്ഥലത്തെത്തിയപ്പോഴതാ ഒരു ജനാസയെ കാണുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഘവും അവിടെ എത്തിയപ്പോൾ അവിടെ കൂടിയുണ്ടായിരുന്ന ആളുകൾ പറയുകയാണ്, നല്ലൊരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം, പക്ഷെ മരണപ്പെട്ടുപോയി. ഇദ്ദേഹം ഒരു സ്വർഗത്തിന്റെ അവകാശാവേണ്ട ആളാണ് എന്ന് ഇദ്ദേഹത്തെ കുറിച്ച് അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്നും പറയുകയാണ്, വജബത്ത്. ഇത് കേട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അല്ലയോ പ്രവാചകരെ, മാ വജബത്ത് യാ റസൂലല്ലാഹ്, എന്ത് നിർബന്ധമായി എന്നാണ് നീ പറയുന്നത്? വജബത്ത് വജബത്ത് എന്ന് പറയുന്നുണ്ടല്ലോ, നിർബന്ധമായി നിർബന്ധമായി എന്ന് പറയുന്നുണ്ടല്ലോ, എന്ത് നിർബന്ധമായി എന്നാണ് അങ്ങ് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, സ്വഹാബാ, ഈ മരിച്ച വ്യക്തിയെ കുറിച്ച് നിങ്ങൾ ആദ്യമായി കണ്ടതിനെ കുറിച്ച്, ആദ്യമായി കണ്ട ജനാസയെ കുറിച്ച് നിങ്ങൾ എല്ലാവരും മോശപ്പെട്ടു പറഞ്ഞില്ലയോ? അദ്ദേഹത്തിന് നരകം നിർബന്ധമായി. രണ്ടാമത് കണ്ട വ്യക്തിയെ കുറിച്ച് നിങ്ങൾ നല്ലത് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് സ്വർഗവും നിർബന്ധമായി, വാജിബായി എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും ഈ ഭൂമിയിലുള്ള അള്ളാഹുവിന്റെ സാക്ഷികളാണ്. നിങ്ങളാണ് മറ്റുള്ള ആളുകളുടെ പാരത്രിക ജീവിതത്തിലേക്ക് നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ സംസാരങ്ങളും അത് അവർക്കും ഒരു ബാധകമാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് എന്റെ മുമ്പിൽ ഇരിക്കുന്ന വിശ്വാസികളെ, നമ്മൾ മറ്റുള്ള ആളുകളെ കൊണ്ട് നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളെ കുറിച്ച് ചീത്തത് പറയാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കാൻ. നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സംസ്കാരങ്ങളൊക്കെ മറ്റുള്ള ആളുകൾക്ക് വേദനിപ്പിക്കുന്ന തരത്തിലുള്ളതാവരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനൊക്കെ ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്ക് അല്ലാഹു അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ടൊക്കെ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവിധ ഖൈറായ ഉദ്ദേശങ്ങളെല്ലാം നിറവേറ്റി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവരുടെ ഖബർ ജീവിതം അല്ലാഹു റാഹത്തിലും സന്തോഷവും സമാധാനത്തിലും ആക്കി കൊടുക്കട്ടെ.